എനിക്കിപ്പോ അവളെ കാണണം. എന്റെ കുഞ്ഞ് ഏത് ആശുപത്രിയിലാ? വരണ്ട, ചന്ദ്രലേക്ക് ഇപ്പൊ വരണ്ട. പേടിക്കത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ എന്തായാലും ഒന്ന് പോയിട്ട് വരാം. അത് ഞാൻ ചന്ദ്രലേക്ക് ഇപ്പം ഹോസ്പിറ്റലിലേക്ക് വരണ്ട. എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല. ഒരു കൊലപാതകിയായി എന്നെ ചിത്രീകരിക്കുക എന്നാണോ നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് നിന്നെ വ്യക്തമായിട്ട് അറിയാനമ്മേ. നീ കൊലപാതകം ചെയ്യോ ഇല്ലോന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ജ്യൂസിൽ നിനക്ക് വിഷം കലർത്തി തന്നത് ചിന്നു ആണോന്ന് നിനക്കൊരു സംശയമുണ്ട്. അതിന്റെ പേരിൽ നീ എന്തെങ്കിലും അവിവേകം ചെയ്തോന്നാ എനിക്ക് അറിയേണ്ടത്. ഇങ്ങനൊന്നും എന്നോട് പറയരുത്. ആ സംഭവത്തിന് ശേഷം ഒരു കടുത്ത വാക്കുപോലും ഞാൻ ഇതുവരെ അവളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ തമ്മിൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. പിന്നെ അവളെ ദ്രോഹിക്കാൻ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ചല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ. 10,000-15,000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കോളേജിൽ വെച്ച് ഞാൻ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇനി ഞാൻ അങ്ങനെ ചെയ്താൽ അവിടുത്തെ സ്റ്റുഡൻസ് എന്നെ വെറുതെ വിടുമെന്നും നിങ്ങൾ കരുതുന്നുണ്ടോ? അപ്പോ നീ മന്ത്രിയോട് സഹായം ചോദിച്ച് ഇപ്പൊ സംസാരിച്ചതോ? നമ്മുടെ മകന് വേണ്ടിയാ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത്. വേലക്കാരിയോടൊത്ത് അവളുടെ നായകനായി സ്റ്റേജിൽ അഭിനയിച്ചവനാണ് നമ്മുടെ മകൻ. അവനാണെങ്കിൽ ആഭ്യന്തരമന്ത്രിയുടെ ഭാവി മരുമകനാ. ആ പെണ്ണിന് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ അവര് പത്രക്കാരും വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആ സംഭവത്തിനെ ആത്മഹത്യാശ്രമവും കൊലപാതക ശ്രമവും ആക്കി നമ്മുടെ മകനെ അവര് പരസ്യമായി നാണം കെടുത്തില്ലേ? അത് ശരിയാണ്. ആ ഒരു നാണക്കേടിൽ നിന്ന് നമ്മുടെ മകനെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ മന്ത്രിയുമായിട്ട് സംസാരിച്ചത്. സ്വന്തം മകന്റെ ജീവിതവും ജീവനും ഒരമ്മയ്ക്ക് എന്തുമാത്രം വിലപ്പെട്ടതാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ലല്ലോ. അതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ എന്റെ മാനസികാവസ്ഥ എന്റെ ഭർത്താവിന് പോലും മനസ്സിലാവില്ല. അതാ എന്റെ ഒരു ഗതികേട്. ഇപ്പൊ തന്നെ മാനസികാവസ്ഥ അങ്ങനെ. ചിന്നുവിന് എന്തെങ്കിലും പറ്റിയ പിന്നെ ഞാൻ എന്ത് ചെയ്യൂന്ന് എനിക്ക് തന്നെ അറിയില്ല. പിന്നെ ഭാര്യയാണെന്നും ഞാൻ നോക്കില്ല. ഈ ഭീഷണിയൊന്നും എന്നെ ഭയപ്പെടുത്തില്ല. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും. ചിന്നുവിനെ തട്ടുമെന്ന് തീരുമാനിച്ചെങ്കിൽ തട്ടിയിരിക്കും. ജീവനോടെ അവളിനി ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരില്ല. അതുറപ്പാ. പേടിക്കണ്ട ചിന്നു. ചിന്നു 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 കണ്ണു തുറക്ക് ചിന്നു. കണ്ണു തുറക്ക് ചിന്നു. എന്റെ ഓരോ ഹൃദയവിളിപ്പും നീയാ. എന്നെ വിട്ടു പോവല്ലേ പ്ലീസ് ചിന്നു. പ്ലീസ് ഒന്ന് പിടിച്ചു നിൽക്ക് ചിന്നു. ചിന്നു 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 ചിന്നു.
ചന്ദ്രലേഖ, എന്താ? നമ്മുടെ ചിന്നു ചിന്നു നാടകത്തിന് പോയി. അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പ്രശ്നങ്ങളോ? എന്ത് പ്രശ്നം? എന്താ സംഭവിച്ചത്? എനിക്കിപ്പൊ തന്നെ ചിന്നുവിനെ കാണണം. അറിയാലോ, അവൾ എനിക്ക് എന്റെ മോളെ പോലെയാ. എനിക്കിപ്പൊ അവളെ കാണണം. എന്റെ കുഞ്ഞ് ഏത് ആശുപത്രിയിലാ? വരണ്ട ചന്ദ്രലേഖ, ഇപ്പൊ വരണ്ട. പേടിക്കത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ എന്തായാലും ഒന്ന് പോയിട്ട് വരാം. അത് ഞാൻ ചന്ദ്രലേഖ ഇപ്പം ഹോസ്പിറ്റലിലേക്ക് വരണ്ട. സീത ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. സീതയെ കൂടെ കൂട്ടാനും പറ്റില്ല. ഈ അവസ്ഥയില് സീത ചിന്നുവിനെ കണ്ടാ തകർന്നു പോവും. ആദ്യം ഞാൻ ഹോസ്പിറ്റലിൽ എത്തട്ടെ, അതിനുശേഷം എന്ത് വേണമെന്ന് തീരുമാനിക്കാം. രണ്ടുപേരും കൂടി എങ്ങോട്ടാ? ഈ വീട്ടിലെ ഒരു കുട്ടി ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നത് കണ്ടിട്ട് നിന്നെ പോലെ ഇവിടെ വന്ന് നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാ. ഓ, ഹോസ്പിറ്റലിലേക്കാണോ? എന്നാ ഞാൻ തടയുന്നില്ല, വേഗം പോയിക്കോളൂ. പോകാം. പക്ഷെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ നീ അതിന് സമാധാനം പറയേണ്ടി വരും. ഞാൻ എന്ത് ചെയ്തുന്നാ? ഒരു പൊതുസ്ഥലത്ത് വെച്ച് അവള് തലകറങ്ങി വീണിട്ടുണ്ടെങ്കിൽ അതിന് ഞാനാണോ സമാധാനം പറയേണ്ടത്? ഇപ്പൊ തർക്കം വേണ്ട. അവക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ തിരിച്ചു വരും, ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോ എന്നോട് പറയാനുള്ള ഉത്തരങ്ങള് നീ തയ്യാറാക്കി വെച്ചാൽ മാത്രം മതി. ചിന്നുവിന് ഒരു അപകടവും സംഭവിക്കരുതെന്ന് നീ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. കാരണം ചിന്നുവിന് എന്തെങ്കിലും പറ്റിയ പിന്നെ കാണുന്നത് നീ ഇതുവരെ കണ്ട ജയരാമനെ ആയിരിക്കില്ല. അത് മറക്കണ്ട.